ഹായ്, എസ് പി ഉള്ളല്ലോ. ലഹരിക്കെതിരെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ സദുദ്ദേശത്തോടു കൂടിയാണ് ആ പ്രഖ്യാപനം. കാര്യം കയ്യടിക്ക് വേണ്ടിയല്ലാതെ ചില ലക്ഷ്യങ്ങളോട് കൂടിയാണ് അത് നടപ്പാക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ പദ്ധതിക്ക് ഈ സമൂഹത്തിന്റെ വലിയ പിന്തുണ കിട്ടും. കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന എം.പി. രാജേഷിന്റെ നേതൃത്വത്തിലൊക്കെ വലിയ ഇടപെടലുകൾ നടത്തിയിരുന്നു. പക്ഷേ എന്നിരുന്നാലും കുറെ കൂടി അത് എഫക്റ്റീവ് ആകേണ്ടതുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാര്യം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോ ആഭ്യന്തരമന്ത്രി പറഞ്ഞ പ്രതികരണം ഒന്ന് കേൾക്കാം. നമ്മളിപ്പോൾ പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ആ പദ്ധതി ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ, കൊടുങ്കാറ്റെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. കൊടുങ്കാറ്റായി മാറട്ടെ ആ ഒരു പദ്ധതി. കാര്യം ഈ എക്സൈസ് വകുപ്പിന്റെയും ഉദ്യോഗസ്ഥ തലത്തിൽ ഈ വിഷയത്തിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള പ്രത്യേക ടീമൊക്കെ രൂപീകരിച്ച് അതിനുവേണ്ടി ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തെ 100% അംഗീകരിക്കുകയാണ്. കാര്യം ഇതിന്റെ നെറ്റ്വർക്ക് ബ്രേക്കപ്പ് ചെയ്യേണ്ട ഏറ്റവും അത്യാവശ്യമാണ്. ഞാൻ താമസിക്കുന്നത് തന്നെ കഴക്കൂട്ടം പ്രദേശത്താണ്. IT സ്ഥാപനങ്ങൾ ഒരുപാട് പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റി ഉണ്ട്. പലയിടങ്ങളിലും ഇത് നിർലോഭമായി ഒഴുകുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതിന്റെ പരിസരത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ മുഖേന അല്ലെങ്കിൽ ഇതിന് കൃത്യമായിട്ട് വിതരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട്, സ്ഥാപനങ്ങളിൽ തന്നെ ജോലി ചെയ്യുന്നവരുണ്ട് എന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഈ വിതരണം ചെയ്യുന്നതോ വലിക്കുന്നവരെ ലക്ഷ്യമിട്ട് അവരെ പിടിച്ച് പെറ്റിയടിക്കുന്ന ഒരു പരിപാടിക്ക് അപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട നെറ്റ്വർക്കുകൾ കേരളത്തിലുള്ളത്. ആരാണ് ഇതിൻ്റെ വിതരണക്കാർ, ഇത് എവിടെ നിന്നാണ് എത്തുന്നത്? ഇപ്പോൾ പോർട്ട് കൂടിയൊക്കെ തുറക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ വരവിന് കൂടുതൽ സാധ്യത ഉണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി ലക്ഷ്യം വയ്ക്കുകയാണ്. കാര്യം നമ്മുടെ സ്കൂളുകളിലേക്ക് ഇത് വലിയ തോതിൽ വ്യാപിച്ചു എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ്. അത് പലയിടങ്ങളിലും ഇതിനൊക്കെ ചില സ്പോട്ടുകളുണ്ട്. വിദ്യാർത്ഥികളൊക്കെ ഇതിനു വേണ്ടിയുള്ള സ്പോട്ടുകൾ പലയിടങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അത് ഈ അടുത്ത കാലത്ത് കൂടുതൽ ദൃശ്യമായ ഒരു ഉദാഹരണം, ഞാൻ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കാൻ വരുന്ന സന്ദർഭത്തിൽ ഈ അടുത്ത കാലത്ത് ഇവിടെ സിനിമ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ സ്റ്റേഡിയത്തിൽ ഓഡിയൻസ് ആയിട്ട് കുട്ടികളെ ഒരുപാട് പേര്, അതായത് ഈ ഒരു ക്രിക്കറ്റ് മാച്ചുമായി ബന്ധപ്പെട്ട ഒരു സിനിമ ഷൂട്ടിംഗ് ആയിരുന്നു. അതൊരു ഹിന്ദി ചിത്രത്തിൻ്റെതായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഓഡിയൻസിനെ വേണം. ഈ ഓഡിയൻസ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ പലയിടങ്ങളിലും പോയിരുന്ന് പുകവലിക്കുന്നൊരു കാര്യം. എല്ലാം കൊച്ചു കുട്ടികളാണ്. നോക്കുമ്പോൾ 15ഉം 16ഉം വയസ്സ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഈ വിഷയത്തിലെ ഒരു അലംഭാവമുണ്ട്. നിങ്ങൾ മുകളിൽ നിന്നൊരു തീരുമാനം താഴേക്ക് നടപ്പിലാക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുമ്പോൾ അത് താഴേക്കിടയിൽ എത്ര എഫക്റ്റീവായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യം മോണിറ്റർ ചെയ്യപ്പെടേണ്ടത്. അതിന് നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിക്കുന്നിടത്തോളം കൃത്യമായിട്ടും ഈ പാവപ്പെട്ട ഏതെങ്കിലും വലിക്കുന്ന കയ്യിലെത്തി ഇതിനെന്തായി ലഹരിക്ക് അടിമയാക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ആയവരെ പിടിക്കുന്നതിനപ്പുറം ഇതെത്തുന്ന ഈ ഡാൻസ് ഓഫ് സംഘം പോലുള്ളവരടുത്തൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അതിതീവ്രമായി ഇത് എത്തിക്കഴിഞ്ഞു. ഇതിനെ അവർക്ക് ബ്രേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റാത്ത രീതിയിൽ കഴിയുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ കാര്യത്തിനെ വളരെ ഗൗരവതരമായി കണ്ടുകൊണ്ട് ഇപ്പോൾ ഈ ലഹരി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് രമേശ് ചെന്നിത്തല എന്നുള്ളത് കൊണ്ട് മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി കൃത്യമാണെങ്കിൽ ഇതിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് IT സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് എന്തിനേറെ പറയുന്നു സിനിമാ മേഖല കേന്ദ്രീകരിച്ച് പോലും ഇതിന്റെ ഒഴുക്ക് നിർത്താൻ വേണ്ടി. കാര്യം നിരോധിതമായിട്ട് പോലും നമ്മുടെ നാട്ടിൽ ചിലർ പറയുന്നുണ്ട് എന്ന് നിരോധിച്ച് നമുക്ക് അവസാനിപ്പിക്കാൻ മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം നിരോധന ഉൽപ്പന്നങ്ങളാണ്. ഈ നിരോധന ഉൽപ്പന്നങ്ങൾ പലതും അത് പ്രത്യേകിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ഈ നാട്ടിലേക്ക് ട്രെയിൻ മുഖേനയൊക്കെ വരുന്നതുകൊണ്ട് ഇവരിലൂടെയൊക്കെ ഇത് എത്താൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് ജാഗ്രത ഉണ്ടാകണം. റെയിൽവേ സ്റ്റേഷനുകൾ, മറ്റിടങ്ങൾ, തുറമുഖങ്ങൾ, ഇതുവഴിയുള്ള ഒരു കൃത്യമായിട്ടുള്ള ജാഗ്രത ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ അതിനെ ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രിയുടെ ഉദ്ദേശം ശരിയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ നിരവധി കുടുംബങ്ങളിലേക്ക് ഇത് കടന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ പരിണിതഫലം അനുഭവിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. ആ കണ്ണീര് ഒപ്പുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ടാസ്ക് അല്ല. അത് ഒരു പക്ഷേ നമ്മുടെ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ആ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ വന്ന 100 കണക്കിന് ചെറുപ്പക്കാരായിട്ടുള്ളവർ അതിൻ്റെ ടോയ്ലറ്റിനകത്തൊക്കെ അവരെല്ലാം വട്ടം ചേർന്ന് നിന്ന് പുകവലിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി എന്ന് വേണം പറയാൻ. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ അത്രത്തോളം മോണിറ്റർ ചെയ്ത് ആക്റ്റീവാക്കി താഴേക്കിടയിൽ ഇതിൻ്റെ
പരിശോധനകൾ ഏതെങ്കിലുമൊക്കെ ഇതിൻ്റെ പേരിൽ കേസുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി ഏതെങ്കിലും മദ്യപിച്ചുകൊണ്ട് വരുന്നവരെ പിടിച്ച് പെറ്റിയടിക്കുക, അല്ലെങ്കിൽ അവരെ പിടിച്ച് കേസിലാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറുകിട മറ്റേ പാവപ്പെട്ടവരല്ല അതിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ കടന്നുവരവ് ഏത് സ്പോട്ടാണോ അവിടങ്ങളിലേക്കാകണം. അതിനു വേണ്ടിയുള്ള ഒരു പ്രയത്നമാണെങ്കിൽ ഈ സമൂഹത്തിൻ്റെ എല്ലാവിധ പിന്തുണയും ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ ആ ഇടപെടലുണ്ടാകുമെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് ആദ്യമേ നമ്മൾ പരിഹസിക്കുന്നില്ല, പക്ഷേ കയ്യടിക്ക് വേണ്ടി ആകരുത് ആ തീരുമാനമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്.